ഹായ് വെൽക്കം ടു സ്പോട്ട് ഇറ്റ്സ് മീ അപ്പം മാനസ്. നമ്മൾ കുറേ നാളായി വീഡിയോസ് ഇട്ടിട്ട് അതേപോലെ തന്നെ നമ്മളെ UI UXൻ്റെ വീഡിയോയിൽ ഒരുപാട് കമൻസ് വന്നിരുന്നു. ഈ UI UX എങ്ങനെയാണ് അതിൻ്റെ ഫ്യൂച്ചർ, അതിന് റിലേറ്റഡ് ഒരുപാട് കമൻസ്. അപ്പോൾ അതിൽ കുറച്ച് റീസെൻ്റ് അല്ലെങ്കിൽ കുറേ റെലവൻ്റ് ആയിട്ട് വന്ന കുറേ ചോദ്യങ്ങളുണ്ട്. അതെടുത്തിട്ട് ഞാൻ കുറച്ച് ആൻസർ ചെയ്യാൻ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. ഇതൊരു കരിയറായി ചൂസ് ചെയ്താൽ പണി കിട്ടും, ഫ്യൂച്ചറിൽ കൊണ്ടുപോകും. ഇത് കരിയറായി ചൂസ് ചെയ്ത പണി കിട്ടുന്നതാണ് കേട്ടത്. അത് എല്ലാവർക്കും ഉള്ളൊരു കൺസേൺ. കുറേ ആൾക്കാരുടെ അടുത്ത് പേഴ്സണലായിട്ട് ചോദിച്ചു, നേരിട്ട് മീറ്റ് ചെയ്യുമ്പോഴും ചോദിച്ചിരുന്നു, ഇത് പണി കിട്ടും, കാരണം UX പഠിച്ചു കഴിഞ്ഞാൽ ഇനി ഫ്യൂച്ചറിൽ എന്ത് ഉപകാരം ഉണ്ടാവും എന്നുള്ളത്. ഞാൻ പറയുന്നുണ്ടെങ്കിൽ വന്നത് കുറേ ഇമ്പ്രൂവ്മെന്റ്സിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പണ്ട് കമ്പ്യൂട്ടർ ഇല്ലാത്ത കാലത്ത് കമ്പ്യൂട്ടർ വന്ന പോലെയാണ് യുടെ കാലത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമ്മൾ മാനുവലായിട്ട് ചെയ്ത് കൂടുതൽ എളുപ്പമായിട്ട് ചെയ്യാന്നുള്ള ആൾക്കാണ്. ഇപ്പൊ ഇത് വന്നതിലും മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ തന്നെ കൂടുതൽ ഇമ്പ്രൂവ്ഡ് ആവാന്നുള്ളതാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്യുന്ന ഡിസൈൻ UX കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഡിസൈൻസ് കൂടുതൽ ഇമ്പ്രൂവ് ആവുക ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം, പണ്ട് കണ്ടിരുന്ന ആപ്പുകളല്ല ഇന്നത്തെ കോലം. അതുപോലെ തന്നെ വെബ്സൈറ്റുകളോ രൂപങ്ങളിലൊക്കെ മാറിയിട്ടുണ്ട്. അത് പെട്ടെന്ന് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ വന്നുകൊണ്ട് പണി കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ ആൾക്കാർക്കാണ് അത് കൂടുതൽ കൺഫ്യൂഷൻ വരുന്നത്. ഞാൻ പറയുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. കാരണം എന്ന് വെച്ചാൽ ഏതൊരു കരിയർ ആണെങ്കിലും നിങ്ങൾക്ക് ഇനീഷ്യൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ അതിലൊരു എന്താ പറയുക ടോപ്പ് നോച്ചിലേക്ക് എത്തണവരെ അത് എത്താൻ കുറച്ച് സമയം എടുക്കുന്നവരാണ്. പക്ഷേ അതൊരിക്കലും പണി കിട്ടുമെന്ന് ചോദിച്ചാൽ പണി കിട്ടില്ല. ഞാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കൂടുതൽ പാഷനേറ്റ് ആണ്, നിങ്ങൾ റിയലി ഡെഡിക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും. എന്താ പറയുക, നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് കിട്ടും. അല്ലാണ്ട് നിങ്ങൾ അതിനെ വെറുതെ തട്ടിക്കൂട്ടി ഒരു സാധാരണ ഒരു ജോബായി പോലെ അല്ലെങ്കിൽ കുറച്ച് നേരം അവിടെ വെറുതെ ഇരുന്നു ഓഫീസിൽ കുറച്ച് കാശ് ഉണ്ടാക്കാം എന്നുള്ള നിങ്ങൾക്കാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഒന്നും കിട്ടാൻ പോണില്ല. അപ്പോൾ അങ്ങനെ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ UX അല്ല, ഇപ്പൊ ഏത് ജോബാണെങ്കിലും ഇതേ അവസ്ഥ തന്നെയാണ് ഞാൻ പറയും. കാരണം UX മാത്രമല്ല, നിങ്ങൾ ഏതിനാണോ നിങ്ങൾ പാഷനേറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഏതിനാണോ ഡെഡിക്കേഷൻ കൊടുക്കുന്നത് ആ സാധനം മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് വെറുതെ ജസ്റ്റ് ഒരു ടൈം പാസിനോ അല്ലെങ്കിൽ വെറുതെ ഒരു നേരം പോക്കിനാ നോക്കണമെന്നുണ്ടെങ്കിൽ UX നിങ്ങൾക്ക് വലിയ ഉപകാരം ഉണ്ടാവില്ല. മറിച്ച് നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയി എനിക്കിതിൽ നല്ലൊരു കരിയർ ഉണ്ടാക്കണം അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കണം എന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ട് പേടിയാണ് ആൾക്കാർക്ക്. എന്താണ് ഇപ്പൊ എന്റെ അവസ്ഥ ഉണ്ടാവുക. ഇത് ഒരു 1 ഇയർ മുമ്പൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പൊ കുറെ ആൾക്കാർക്ക് ഗ്രാജുവലി കുറഞ്ഞു. കാരണം ഇതുവരെയായിട്ട് എന്റെ പണിയൊന്നും പോയിട്ടില്ല. കുറെ ആൾക്കാർ പോയിട്ടുണ്ട്. ഇപ്പൊ ലേ ഓഫ്സിന്റെ ഒരു വലിയ ലിസ്റ്റ് കാണും നിങ്ങൾക്ക്. സ്ട്രൈപ്പിന്റെയും വലിയ വലിയ കമ്പനി ഗൂഗിളൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് ലേ ഓഫ് ചെയ്യണം, മറ്റേ ലേ ഓഫ് ചെയ്യണം, അങ്ങനെ കേൾക്കാം. അപ്പൊ അവിടെ അവർ ലേ ഓഫ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വെറുതെ ടൈം സ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ വെറുതെ ഇതായി നിൽക്കുന്ന എംപ്ലോയീസിനോട് കൂടുതൽ ലേ ഓഫ് ചെയ്യാം. പിന്നെ അവർക്ക് ബെനിഫിറ്റ് ഇല്ലാത്ത കമ്പനിക്ക് ബെനിഫിറ്റ് ഇല്ലാത്ത സെഷൻസ് ആണ് അവർ ലേ ഓഫ് ചെയ്യുക. എന്ന് വിചാരിച്ചിട്ട് ആ ലേ ഓഫ് ചെയ്ത എംപ്ലോയീസിന്റെ ലൈഫ് അവിടെ എൻഡ് ചെയ്യണില്ല. ഇറ്റ്സ് ജസ്റ്റ് എ ചേഞ്ച് ഓൺലി അവരുടെ ലൈഫിൽ. അല്ലാണ്ട് അവരവിടെ ലേ ഓഫ് കിട്ടിയോണ്ട് ഓക്കെ ഇയാളുടെ ജീവിതം അവസാനിച്ചതല്ല. അതേപോലെ തന്നെയാണ് നിങ്ങളിപ്പോൾ വന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരു ജോബിൽ ബുദ്ധിമുട്ട് വന്നാൽ നിങ്ങളവിടെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയുന്നുണ്ടെങ്കിൽ. അല്ലാണ്ട് നിങ്ങൾ അത് വെച്ച് ഡെഡായി നിങ്ങളുടെ ലൈഫെല്ലാം അവസാനിച്ച് ഇവിടെ നിന്നു എന്നല്ല. കാരണം നിങ്ങൾ ഫേസ്ബുക്കിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അടുത്ത വേറെ കമ്പനികളുണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ വേറെ കമ്പനികളാണെങ്കിൽ നിങ്ങളെ ഹയർ ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് സ്കിൽഡ് ആണെന്നുള്ള മാത്രം അവർക്ക് വേണ്ടുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അപ്പോൾ അവിടെ വന്നുകൊണ്ട് UX എന്ത് മാറ്റേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ഡിസൈൻസ് അത് കൂടുതൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് UXന്റെ കാര്യത്തിൽ എപ്പോഴും എക്ക് വലിയ പിടുത്തമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് യൂസേഴ്സിന് ബിഹേവിയർ ആപ്പിന് ഇമ്പ്രൂവ് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോഴും വലിയ ഐഡിയ അല്ല. പക്ഷെ UI കുറേ കൂടി നല്ല കളർ കോമ്പിനേഷൻസും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മറിച്ച് UXന്റെ കാര്യത്തിൽ ഇപ്പോഴും വലിയ പിടുത്തിലാണ് നിൽക്കുന്നത്. കാരണം വെച്ചാൽ ഓരോ നാട്ടിൽ അല്ലെങ്കിൽ ഓരോ ലെവലിലുള്ള ആൾക്കാരും ഓരോ ബിഹേവിയർ ആണ്. അത് എക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനിയും ഡാറ്റാസ് വേണം. ഡാറ്റാസ് കിട്ടിയാലും എന്താ പറയുക, ഈ ഒരു എക്സ്പേർട്ടിന്റെ അസിസ്റ്റൻസ് വേണം. അവിടെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ UXൽ ടോപ്പ് നോച്ചിൽ എത്തുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല എന്നുള്ളത്. അതല്ല ജസ്റ്റ് ഒരു റെഗുലർ ആയിട്ട് എന്തെങ്കിലും ആയിട്ട് നിൽക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ വലിയ ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ ജോബും പോകും. കാരണം ഇന്നത്തെ കാലത്ത് എല്ലാം ഓട്ടോമേറ്റഡ് ആണ്. ഇപ്പോൾ ഈവൻ ഞാൻ പ്രോഗ്രാമറാണ്, അതുപോലെ തന്നെ UXും ചെയ്യണതാണ്. എൻ്റെ പല കാര്യങ്ങളും പണ്ട് ഞാൻ ഒരു ആഴ്ച 2 ആഴ്ച എടുത്തിട്ട് ചെയ്തിരുന്ന സാധനം ഇപ്പം എനിക്ക് 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ എനിക്ക് ചെയ്യാറുണ്ട്. ഒന്ന് മെയിനായിട്ട് 2 ദിവസം എന്നുള്ളതല്ല, അതിൽ കുറവായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അത് മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയി അതിൽ എന്തൊക്കെയാണ് വരുത്തേണ്ടത് എന്നുള്ളത്. അതുപോലെ തന്നെ സെക്കൻഡ് അഡ്വാൻറ്റേജ് എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ ആണ്. കാരണം ഞാൻ മാനുവലായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിരുന്നു. അതൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റി വെച്ചിട്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ പല കാര്യങ്ങളും അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് കോമൻറ്റും ചോദിച്ചപ്പോൾ ക്വാളിഫിക്കേഷൻ എന്താ വേണ്ടത്, UXന് +2 ആണോ ഡിഗ്രി ആണോ ക്വാളിഫിക്കേഷൻ വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ക്വാളിഫിക്കേഷൻ ഒരു മാറ്റർ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ചില ഏരിയകളിൽ അത് മാറ്റർ ആണ്, ചില ഏരിയകളിൽ മാറ്റർ അല്ല. പ്രത്യേകിച്ച് നിങ്ങൾ എവിടെയാണോ ജോബ് നോക്കുന്നത് അവിടെയാണ് അതൊരു മാറ്റർ വരുന്നുള്ളൂ. എല്ലാത്തടത്തൊന്നും അതിനൊരു മാറ്ററും ഇല്ല. പ്രത്യേകിച്ച് നിങ്ങൾ പുറം നാട്ടിലാണ് നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു ഡിഗ്രിയുടെ ആവശ്യമുണ്ടാവും നിങ്ങൾക്ക് വിസ തരാനോ
അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഗവൺമെൻറ് രീതിയിലുള്ള അപ്രോച്ചുകളൊക്കെ കൂടുതൽ ചിലപ്പോൾ ഡിഗ്രിയുടെ ആവശ്യം വരാം. അല്ലാത്ത കേസല്ല, നിങ്ങൾ സ്കില്ല് മാത്രം മതി എന്നുണ്ടെങ്കിൽ ആ സ്കില്ല് വെച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ ജോബ് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ പറയാൻ കാരണം വെച്ചാൽ സ്കിൽഡ് ആണെന്നുണ്ട് മാത്രമാണ് ആൾക്കാർക്ക് വേണ്ടുള്ളൂ. അല്ലാണ്ട് ഡിഗ്രി എന്ന് പറയുന്നത് ഒരു പ്രൂഫ് മാത്രമാണ്, നിങ്ങൾക്ക് ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ള പ്രൂഫ് മാത്രമാണ്. അല്ലാണ്ട് ഈ ഡിഗ്രി കിട്ടിയാൽ സ്കിൽഡ് അല്ല. നിങ്ങൾക്കറിയാലോ, കോളേജിലുള്ള ഏതാണെങ്കിലും അതൊരു എന്താ പറയുക ബേസിക് നോളജ് മാത്രമാണ് അവിടെ നിന്ന് നമുക്ക് എക്വയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നുണ്ടെങ്കിൽ യു എക്സിന് ഏതെങ്കിലും ഡിഗ്രി ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്പെസിഫിക് ആയിട്ട് ഡിഗ്രീസ് ഇപ്പോൾ കുറേ കോളേജിൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഡിസൈൻ ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ യൂണിക് കരിയർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പുതിയ പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ചെക്ക് ഔട്ട് ചെയ്യാം. ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റിലിടാം. നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് അതിലെന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതിപ്പോൾ സ്റ്റാർട്ടിംഗ് ആണ്. നമ്മൾ കൂടുതൽ കോളേജസും കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്കൊരു അസിസ്റ്റന്റ് പാനലും കൂടി അതിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആരെങ്കിലും റീച്ച് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസേഴ്സോ അല്ലെങ്കിൽ കാര്യങ്ങൾ ഹെൽപ്പ് കിട്ടാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ ഡിഗ്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ +1 +2 മതി. ഞാൻ പറഞ്ഞത് അത് മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ സ്കില്ലാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ അത് മതി. കാരണം നിങ്ങൾക്ക് ഓൺലൈൻ റെഫറൻസ് വഴി ഇഷ്ടം പോലെ ചാനലുകളുണ്ട് യൂട്യൂബ്. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് 2-3 ചാനലുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ ജസ്റ്റ് മെൻഷൻ ചെയ്ത ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ നോക്കിക്കോളത്. അത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് UX-ന്റെ കുറേ അഡ്വാൻറ്റേജുകളും കുറേ ഐഡിയകളും കിട്ടും. പക്ഷേ പ്രത്യേകിച്ച് നമ്മുടെ മലയാളം ചാനലുകൾ കുറവാണ്. പക്ഷേ ഇംഗ്ലീഷ് ചാനലുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്താൽ മാത്രം മതി. മൂന്നാമത്തെ കമൻറ്റ് നമുക്ക് നോക്കാം. ഇത് പഠിക്കാൻ പറ്റിയ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് പറ. ഇത് ഒരുപാട് ആൾക്കാർ ചോദിക്കാനുള്ള കാര്യമാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് പറ. എനിക്ക് തോന്നിയുള്ള കാര്യം എന്ന് വെച്ചാൽ പലരും ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് ചോദിക്കാൻ വേണ്ടി കാരണം വെച്ചാൽ അവർ കോൺഫിഡൻ്റ് അല്ല അവരുടെ സ്കില്ലിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ചോ. ഞാൻ പറയുന്നുണ്ടെങ്കിൽ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡയറക്റ്റ് സെൽഫ് ലേണിംഗ് നടക്കാവുന്ന കാര്യമുള്ളൂ. അത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾ ഡിഗ്രി എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ പോകുകയാണെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെക്ക് ചെയ്യാം. അല്ലാത്ത കേസുകളിൽ എന്താ പറയുക, ഇത് അത്ര കോൺഫിഡൻ്റ് ഇല്ലാത്തവരാണ് ഈ ഡിഗ്രി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കുക. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വെറും ബേസ് മാത്രമേ എടുക്കുള്ളൂ. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആൾക്കാരെ പറ്റിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ജസ്റ്റ് ഇത് അവർ നിങ്ങളെ മണി ടൈമും, ഞാൻ പറയുകയാണെങ്കിൽ മെയിൻ ടൈമാണ്. നിങ്ങളൊരു ചിലപ്പോൾ ഒരു വർഷത്തെ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടുപോയിടാം. അല്ലെങ്കിൽ ചിലപ്പോൾ 6 മന്ത്സ് കോഴ്സ് ആകാം. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവുന്ന ടൈമാണ് അവിടെ പോകുന്നത്. അപ്പോൾ ഞാൻ അവിടെ പറയുന്നത് ഒന്നുകിൽ നിങ്ങൾ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ചെക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് ലേൺ ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് യൂട്യൂബ് ചാനൽസ് ഞാൻ റെഫർ ചെയ്യുന്നതാണല്ലോ, അതിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഐഡിയ കിട്ടും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോസ് റെഫറൻസോ അല്ലെങ്കിൽ കാര്യങ്ങൾ വേണമെന്ന് നിങ്ങൾക്ക് ഇതിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ആൻസർ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് അടുത്ത കമൻറ്റ് നോക്കാം. ഇത് കുറച്ച് പഴയ കമൻ്റാണ്. 2024 ഇതിന് പോസിബിലിറ്റി എങ്ങനെയുണ്ട്? ഇപ്പോൾ 2025 ഞാൻ 2025ൻ്റെ പെർസ്പെക്റ്റീവിൽ, ഇപ്പോൾ 2025 ഞാൻ ഇപ്പോൾ 2025ൻ്റെ പെർസ്പെക്റ്റീവിൽ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോഴും നല്ല ജോബുണ്ട്, നല്ല പേ ഉണ്ട്. പണ്ടത്തേനായിട്ട് കൂടുതൽ പേസും ഇപ്പം കിട്ടുന്നുണ്ട് UIXന്. പണ്ടൊക്കെ ആയിരുന്നു UIX എന്ന് പറഞ്ഞാൽ കുറച്ച് ലോഡ് പെയ്ഡ് ആയിരുന്നു. ഇപ്പോൾ ഹയർ പെയ്ഡും ഉണ്ട്. പക്ഷേ എന്താ പറയുക, കോമ്പറ്റീഷനും കൂടുന്നുണ്ട്. അതേപോലെ തന്നെ ഓപ്പണിങ്സും അത്ര ലാർജ് സ്കെയിൽ ചെയ്യുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ എല്ലാവരും പഠിക്കുന്നുണ്ട്. ആ പഠിക്കുന്നതുകൊണ്ട് തന്നെ കോമ്പറ്റീഷനാണ് കൂടുതൽ, അല്ലാണ്ട് ഓപ്പർച്യൂണിറ്റീസിൻ്റെ എണ്ണം അല്ല കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കോമ്പറ്റീഷൻ കൂടുമ്പോൾ എന്താ ചെയ്യാം, നിങ്ങൾ സ്കിൽഡ് ആവുക എന്നുള്ളതാണ്. അല്ലാണ്ട് നിങ്ങൾ അവിടെ വെറുതെ ഇരുന്നാൽ ചെറിയ ബേസിക് നോളജിലായി പോയിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ റെഫർ ചെയ്യരുതെന്ന്. അല്ലെങ്കിൽ അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെക്ക് ചെയ്യണമെങ്കിൽ അത്രയും ജെന്യൂനോ അല്ലെങ്കിൽ അത്രയും എക്സ്പെർട്ടൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മാത്രം നിങ്ങൾ ചെക്ക് ഔട്ട് ചെയ്യുക. അല്ലാണ്ട് ചെറിയ ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു കാര്യമില്ല അതിൽ. ചെറുതെന്നല്ല ഉദ്ദേശിച്ചത്, ചിലപ്പോൾ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഒരുപാട് ആൾക്കാർ പറ്റിക്കുന്ന പോലെ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആവശ്യമുള്ള ഔട്ട്പുട്ട് കൊടുക്കാണ്ട് ജസ്റ്റ് പഠിപ്പിച്ച് വിടുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ TV-യിൽ കാണുന്ന വലിയ ബ്രാൻഡുകളാണെങ്കിൽ പോലും ചിലത് നമുക്ക് അങ്ങനത്തെ രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പോകാണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്നുണ്ടെങ്കിൽ 2025 നിങ്ങൾക്ക് ജോബ് ഉണ്ട് UIXൽ. അത് 2026 ആയാലും ഉണ്ട്. അപ്പോൾ അവിടെ ജോബൊന്നും പോയിട്ടില്ല, നിങ്ങൾ ആലോചിച്ച് പേടിക്കുകയും വേണ്ട. ഓക്കെ. പിന്നെ ഞാൻ ബാക്കിയുള്ള കമന്റ്സ് നോക്കുമ്പോൾ ഒക്കെ റിലവൻ്റ് തന്നെയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വേറെ രീതിയിൽ ഓരോരുത്തർ ചോദിച്ചു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഞാനത് എല്ലാത്തിനും എടുത്ത് ആൻസർ ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആൻസർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോന് കമൻറ്റ് ചെയ്തോളൂ. എല്ലാം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി റീച്ച് ഔട്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റ വഴി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പോട്ടിക്സിൻ്റെ ഇൻസ്റ്റ വഴി നിങ്ങൾക്ക് റീച്ച് ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്തിട്ട് എന്താണ് നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് അത് ചോദിച്ചിട്ട് പറയാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.